ഉറക്കെ വിളിക്കേ ഉറക്കെ വിളിക്കേ ആ മുഹമ്മദ് കണ്ടിട്ട് എന്താ വാട്ടിക്കൂടീനോ. ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു 4:15 4:20 ആ ഒരു സമയത്തൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റഫീഖ പള്ളിയിലേക്കൊക്കെ പോയി. അവിടെ നിന്ന് അങ്ങനെ പിന്നെ നടക്കാനും വേണ്ടിയിട്ട് പോകും കേട്ടോ. അതിനുശേഷം നമ്മളും നടക്കാനൊക്കെ പോയി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കേട്ടോ പോകുന്നത്. അപ്പം നമ്മളും ഒരു 5:30 ആയപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ തിരിച്ചെത്തിയിട്ട് പുറത്തത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു നിൽക്കുക. ഇന്നലെ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ നല്ല മഴ വെച്ചാൽ ഒരു മഗ്‌രിബ് തൊട്ട് ഇശ ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ കുറച്ച് സമയം നിന്നിട്ട് തന്നെ നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നേ. ആ പൊടിയൊക്കെ ഒന്ന് പോയി ഒന്ന് ഭയങ്കര തണുപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് റിലാക്സ് കിട്ടുന്ന ഒരു രീതിയിലൊക്കെ കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആയിട്ടോ ആ ഒരു മഴ കിട്ടിയപ്പോൾ. അതുപോലെ തന്നെ മഴ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമ്മൾ വയനാട് തന്നെ ആ മഴ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ആ മഴ എന്നല്ല, മഴ ഒട്ടും കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ റഫീഖ നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ റഫീഖയും വാവയും ചായയൊക്കെ കുടിച്ച് ഞാനും വെള്ളമൊക്കെ കുടിച്ചത് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ റഫീഖ് വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വേസ്റ്റ് അല്ല, ഇങ്ങനെ ഓല അങ്ങനത്തെ തോട്ടത്തിലുണ്ടായിരുന്ന ചപ്പുകൾ. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് കത്തിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ് മഴ പെയ്ത് നനഞ്ഞതല്ലേ അപ്പോൾ കത്തുമോ കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പുകഞ്ഞ് പിന്നെ അങ്ങ് കത്തുന്നുണ്ട് കേട്ടോ. ഇന്നലെ മഴ പെയ്യുന്നത് വരെ നമുക്കിത് കത്തിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതങ്ങനെ തന്നെ അല്ലേ, മഴ പെയ്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ കത്തിക്കാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വലിയ കാര്യത്തിൽ രണ്ടാളും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. ആ ഒരു ഗ്രീൻ ടിന്നില്ലേ, അത് നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് വെക്കുന്ന, അതായത് ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ഉള്ളിത്തൊലി, നമ്മളെ ഭക്ഷണത്തിലെ മീനിൻ്റെ മുള്ള അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എല്ലാം ഇട്ട് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിങ്ങനെ നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു 500 രൂപ എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കിട്ടിയിട്ടുള്ളൊരു സംഭവം. ആ ഒരു ടിന്ന് അത് 2 ഉണ്ട് കേട്ടോ. ഒരെണ്ണം എന്ന് പറയുമ്പോൾ പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ചെയ്യും, അങ്ങനെയാണ്. അപ്പം അതിങ്ങനെ വേസ്റ്റ് ഒരു ലെയർ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചകിരിച്ചോറില്ലേ, അത് അവിടെ നിന്ന് തന്നെ കിട്ടും. ഒരു പാക്ക് നമുക്ക് അവർ തരുന്നുണ്ട്. അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക, പിന്നെയും വേസ്റ്റ് ഇടുക, പിന്നെ ഇത് അങ്ങനെ ലെയർ ആയിട്ട് ഇടുക കേട്ടോ. പുളി ഉണ്ടാകുന്നുണ്ടോ അല്ലേ? പക്ഷെ അപ്പോൾ ഇത് മഴൻ്റെ മുമ്പ് ആവുമോ? മഴക്കെ പഴുക്കുള്ളൂ. പക്ഷെ ഇത്ര വലുപ്പമായിക്കുന്നല്ലോ. അതാ നോക്ക്, ചെറുതല്ലേ. നല്ല ഡിപ്രഷൻ, നല്ല കഴിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ ഉണക്കാൻ പറ്റുമോ? നമ്മൾ ഉണക്കിയിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപ്പിട്ട് വെച്ചില്ലേ. ഉണക്കാൻ മഴയത്ത് നമുക്ക് പറ്റില്ല. ഉപ്പിട്ടാ മതി. പക്ഷെ ഉണക്കിയാലില്ലേ നല്ല വൃത്തിക്ക് എടുത്തു വെക്കാം. ഉപ്പിട്ടത് ഇങ്ങനെ പാട്ടയിൽ ഇങ്ങനെ എടുത്തും വെക്കണം, റിസ്ക്കാണ്. ആ വേസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞത്, അങ്ങനെ വേസ്റ്റും ഈ ചകിരിച്ചോറിൻ്റെ മിക്സും കൂടെ അതിങ്ങനെ ലെയറാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നിറയുമ്പോൾ അതിന് മുകളിലത്തെ ടിന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ നിറയുമ്പോഴത്തേക്ക് മറ്റേതിങ്ങനെ ഒരു മിക്സ് കമ്പോസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. അത് സക്സസ് ആയതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെ മാവില്ലത് ഈ ആ ഒരു ആന്തൂര്യത്തിൻ്റെ അവിടെ നിൽക്കുന്ന മാവുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ 2 തവണ നമുക്ക് മാങ്ങ ഉണ്ടാവുകയെ. മാങ്ങ സീസൺ ആയല്ലോ ഇപ്പോൾ മാങ്ങയാണല്ലോ. പക്ഷെ ഇതിൻ്റെ മുന്നും ഒന്നുണ്ടാവും, പിന്നെ ഈ ഒരു സമയത്തും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഉണ്ടായാലും. പക്ഷെ ഇപ്രാവശ്യം 2 തവണയും അത് ഉണ്ടായിട്ടില്ല. ആ മാങ്ങയാണ് കേട്ടോ ഞാനിങ്ങനെ അച്ചാറിടാൻ. അച്ചാറിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്, ഓവർ പുളിയില്ല. അതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാനും ഉപ്പിലിട്ടാലും അച്ചാറിട്ടാലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമാണ്. ഫ്രിഡ്ജിൽ വെക്കണം, കാരണം തീരെ പുളിയില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് വിനാഗിരി വെക്കണം കേട്ടോ.
പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ. അങ്ങനെയാണ്. കറിക്ക് പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ പാൽക്കറിയൊക്കെ വെക്കൂലേ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്, അതിന് അധികം പുളി വേണ്ടല്ലോ, നമുക്കിവിടെ തീരെ പുളി വേണ്ട, അതിനൊക്കെ എടുക്കുന്നൊരു മാങ്ങയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. എന്നാലും മാഷാല്ലാ നമുക്ക് കുഴപ്പമില്ല. മുന്നിലും ഇപ്രാവശ്യം മാങ്ങയില്ല. എന്നാലും മാഷാല്ലാ 2 സൈഡിലും നമുക്ക് ഓരോ മാവുണ്ട് കേട്ടോ. അത് നമുക്ക് അത്യാവശ്യത്തിന് അച്ചാറിടാനും എല്ലാത്തിനും കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം പുറത്ത് നിൽക്കാനുള്ള ടൈമില്ല കേട്ടോ. റഫീക്ക് അങ്ങനെ പണിയെടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ പുറത്ത് ഓരോന്ന് ചെയ്തിരിക്കാൻ. എന്തെങ്കിലുമൊക്കെ എന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളങ്ങനെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പണികൾ ചെയ്യും. പക്ഷേ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ട് പിന്നെ വേഗം അകത്തേക്ക് കയറിയിട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണ്ടേ, നല്ല വിശപ്പുണ്ട് കേട്ടോ. നടക്കാനൊക്കെ പോയി വന്നതല്ലേ, പിന്നെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ കൈപ്പത്തിരിയില്ലേ, നമ്മളെ ഉമ്മമാരൊക്കെ കൈപ്പത്തിരി എന്നൊക്കെ പറയുമ്പോൾ ഉമ്മമാരുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആട്ടെ എനിക്ക് ഫീൽ ചെയ്യുക. എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ പത്തിരിക്കല്ലിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലും ഒക്കെ അല്ല ഉണ്ടാക്കുന്നത്, ഭയങ്കര ഈസി ആയിട്ട്. അപ്പോൾ ഇതാ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്തിരിക്ക് നമ്മൾ വെള്ളം വെക്കുന്നത് പോലെ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനെപ്പോഴും നൈസ് പത്തിരിക്കായാലും ഇങ്ങനത്തെ പത്തിരിക്കായാലും ഒക്കെ വാട്ടിയെടുക്കുന്നതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെക്കും. എന്നിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് മാറ്റും കേട്ടോ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് പൊടിയിട്ട് കൊടുക്കും. എന്നിട്ട് ഇല്ലെങ്കിൽ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം കൂടിപ്പോവുക കുറഞ്ഞു പോവുക പ്രശ്നമില്ല. പക്ഷേ എനിക്ക് എപ്പോഴും കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തന്നെ നോക്കി നോക്കും. 1 കപ്പ് പൊടി എടുത്തു, പക്ഷേ ഈ വെള്ളം എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കൂടിയും തോന്നുകയാണെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ അതിലങ്ങ് വറ്റും കേട്ടോ. പക്ഷെ കുറച്ച് കൂട്ടിയെടുക്കുമ്പോഴാണ് എപ്പോഴും നൈസ് പത്തിരി ആണെങ്കിലും ഈ കട്ടിപ്പത്തിരി ആണെങ്കിലും, കട്ടിപ്പത്തിരി കൈപ്പത്തിരി എന്നൊക്കെ പറയും കേട്ടോ, നമ്മളിവിടെ കട്ടിപ്പത്തിരി എന്നാണ് പറയുക. അതാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇത് കണ്ടോ നമ്മൾ കുഴച്ചെടുത്ത പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ. എല്ലാ മാവും എല്ലാ പൊടിയും നനയുക, എന്നിട്ടൊന്നിങ്ങനെ ഇതായിട്ട് വരിക, അതൊന്ന് യോജിച്ച് വരിക, അതന്നെയാണ് അതിൻ്റെ കണക്ക് കേട്ടോ. പത്തിരിക്കൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും അതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ, എത്ര എടുക്കുന്നത് എന്നുള്ളതൊക്കെ. തേങ്ങ ഇല്ലാണ്ടെയും ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തേങ്ങയും കുറച്ച് 2 ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ, ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ അതവിടെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി ആ പാത്രത്തിൽ തന്നെ ബോളുകളാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് തന്നെ വെച്ച് കൊടുക്കണേ, കാരണം ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ പോവാം. അപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മളത് കുഴച്ചിട്ട് തുറന്ന് വെക്കുകയാണെങ്കിലേ പിന്നെ പരത്താൻ നമുക്ക് കുറച്ച് ഹാർഡായി പോകും. അത് ഇങ്ങനെ ഡ്രൈ ആവൂലേ, അപ്പോൾ അതിനിട വരുത്തരുത്. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. കറിയും കൂടെ ആക്കിയാൽ പിന്നെ നമുക്ക് പത്തിരി ചുടലും 2 കൂടെ പെട്ടെന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. മീൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് മാന്തലുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് തേങ്ങരച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തക്കാളി 1 കഷ്ണം ഇട്ട് കൊടുത്തേ. ഇന്നലെ ഞാൻ സാമ്പാറിന് എടുത്തിട്ടുള്ള 1 കഷ്ണം തക്കാളി, വലിയ തക്കാളിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് 1 കഷ്ണം എടുത്തേ. പിന്നെ ഞാനിപ്പോൾ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ മാക്സിമം നമ്മൾ ഈ കുഞ്ഞു തക്കാളി ഇല്ലേ, സാലഡ് തക്കാളി, നാടൻ തക്കാളി എന്നൊക്കെ പറയുന്നത്, അത് നമ്മളെ തെങ്ങിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ, തെങ്ങും കുഴിയിൽ ഉണ്ടായിട്ടുണ്ട് നിറച്ച്. അപ്പോൾ അതന്നെയാണ് കേട്ടോ. നമുക്ക് കറിക്ക് അത്ര ഇഷ്ടമല്ല സാധാ കറികൾക്ക്, പക്ഷെ മീൻ കറിക്ക് പുളി അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റാണ് കേട്ടോ. ആ ഒരു തക്കാളി നല്ല ടേസ്റ്റുമാണ്. ഒരു 2-3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തക്കാളി നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് ഞെരടി എടുക്കുക കേട്ടോ. മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കരുത് കേട്ടോ, അത് വേറെ ടേസ്റ്റ് തന്നെയായിപ്പോവും. കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഞെരടി എടുക്കുക. അതിപ്പോൾ ഏത് നാടൻ തക്കാളിയാണെങ്കിലും സാധാ തക്കാളിയാണെങ്കിലും കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കണേ. അതൊരു നല്ലൊരു ഫ്ലേവർ ആട്ടോ. തക്കാളി ഇങ്ങനെ ഒന്ന് ഒതുങ്ങി പെട്ടെന്നൊന്ന് കുക്കാവുകയും ചെയ്യും. ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് തന്നെയാണേ. ഈ ഒരു ഈ പത്തിരി എന്നല്ല, നൈസ് പത്തിരി ആയാലും ഏത് പത്തിരി ഉണ്ടാക്കുമ്പോഴും നമ്മൾ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കൂലേ. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്നറിയാം, ഞാൻ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ നമുക്ക് ഈ പൊടി വാട്ടിയിട്ട് ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും എല്ലാവർക്കും അറിയില്ലേന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു ഈ 2 കാര്യം. ദോശയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ മാവ് കലക്കി വെച്ചിട്ട് അരച്ച് ചുടുക, അതും വലിയ പ്രശ്നമില്ല. നമ്മളെ മീൻകറിയിലേക്ക് ഞാനൊരു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് കഴിഞ്ഞ പോലെ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ള കുടംപുളിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ എന്താ പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ചാൽ, അപ്പോൾ നമ്മൾ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഞാനില്ലേ ഈ സംഭവം അറിയില്ല, പൊടി വാട്ടുന്ന ആ കണക്കും കാര്യങ്ങളും അറിയില്ല കേട്ടോ. ഇപ്പോൾ ഈ പാചകത്തിലേക്ക് കടന്നു വരുന്നവർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും.
അല്ല എന്താ പറയുക വെള്ളം കൂടിപ്പോവുക അങ്ങനെ കായ്പോവുക എന്നുള്ള ടെൻഷനാണ് കേട്ടോ. എന്നിട്ട് ഏട്ടൻ്റെ ഭാര്യ നമ്മൾ ഒരുമിച്ചല്ല ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ, ഭയങ്കര ടെൻഷനാണ്. എന്നിട്ട് ഞാൻ പോലെ 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 എന്ന് പറയട്ടോ, സമ്മതിക്കൂല. പിന്നെ എന്തായാലും അവർക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ എന്താന്ന് പിന്നെ അടുത്ത എൻ്റെ നമ്പർ എന്താണെന്നറിയാം, അടുപ്പിൽ വെള്ളം വെക്കും, ഇങ്ങനെ പൊടി വാട്ടാനുള്ള വെള്ളം. ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ, പേടിച്ച് അടുപ്പിൽ വെള്ളം വെക്കും. ഒരു പാത്രമുണ്ട്, അന്ന് കുറേ ആളുകളും ഉണ്ട് കേട്ടോ വീട്ടിൽ. അതായത് ഉപ്പുണ്ട്, പിന്നെ ഏട്ടനുണ്ടാവും, വൈഫും മോളും പോയിട്ടുണ്ടാവും, ഏട്ടനുണ്ടാവും, പിന്നെ റഫീഖാൻ്റെ പെങ്ങളൊരു മോനുണ്ട് വീട്ടിൽ, വാവുണ്ട്. ഇത്രയും ആൾക്കാരാട്ടോ ഉള്ളത്. റഫീഖില്ല, റഫീഖുണ്ട് എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്പായേനെ. പക്ഷെ റഫീഖ് അന്ന് കണ്ണൂരായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിനെ. അങ്ങനെ വെള്ളം വെക്കും കേട്ടോ. വെള്ളം വെച്ചിട്ട് ഞാൻ പിന്നെ എന്നെ കാണൂല, വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ ബാത്റൂമിലോ അല്ലെങ്കിൽ അങ്ങോട്ടേക്കോട്ടെങ്കിലും ഒന്ന് മാറും കേട്ടോ. ആ ഒരു സമയത്ത് ഏട്ടൻ ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അറിയായിരിക്കും, നമുക്കിങ്ങനെ അറിയില്ല ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയായിരിക്കും. എന്തോ ആ ഒരു സമയത്ത് ഏട്ടൻ വന്നിട്ട് അതിൽ പൊടിയിട്ട് വാട്ടിയിട്ട് പോകും. അതെനിക്ക് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. എന്നാൽ എനിക്ക് പറയാൻ പറ്റുമോ ഇതൊന്നും വാട്ടിത്തരുമൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പേടിയല്ല, നമുക്കൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് പറയുമില്ല കേട്ടോ. അങ്ങനെ അറിയുന്നതുകൊണ്ടായിരിക്കും വാട്ടി വെച്ചിട്ട് ഏട്ടനങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് അത് കുഴച്ച് പരത്തി, ബാക്കിയുള്ളതിന് എനിക്ക് പേടിയില്ല. പത്തിരി ഉണ്ടാക്കാനും അങ്ങനത്തെ ഒന്നും പേടില്ല. പക്ഷേ ഈ വാട്ടുന്നൊരു സംഭവം എനിക്ക് എപ്പോൾ ഞാൻ പത്തിരിക്ക് അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പോഴും എനിക്കത് ആ ഒരു ഇതാണ് കേട്ടോ ഓർമ്മ വരിക. പിന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ്. ആരെനിക്ക് ഇപ്പോൾ ഏട്ടൻ്റെ വൈഫൊക്കെ പറഞ്ഞു തരും ഒരു കപ്പിന് ഇത്ര വെള്ളം എന്നൊക്കെ, പക്ഷെ അതൊന്നും എനിക്ക് ശരിയായിട്ട് വരില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് കേട്ടോ. അത് കുറച്ചധികം വെള്ളം അങ്ങ് വെക്കുക, കുറച്ച് വെള്ളം അവിടെ മുക്കി അങ്ങ് മാറ്റി വെക്കും, എന്നിട്ട് പൊടിയിടും. കുറഞ്ഞ അളവ് വെള്ളം ആണ് വെക്കുക, എന്നിട്ട് അതിലേക്ക് പൊടിയിട്ടിട്ട് ബാക്കി വെള്ളം കയ്യിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇപ്പോഴും ഞാൻ ആ വെള്ളം കൂടുതൽ വെക്കും. പക്ഷെ എനിക്ക് ഒഴിക്കേണ്ടി വരില്ല, എന്നാലും മാക്സിമം ഒഴിക്കേണ്ടി വരില്ല, എന്നാലും ഞാനത് വെക്കും. ആ ഒരു ശീലമാണ് കേട്ടോ. അത് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓർമ്മ എനിക്ക് വരും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക, അന്ന് നമുക്ക് പേടിയും ഇന്ന് നമുക്കത് ഓർക്കുമ്പോൾ ഒരു സുഖമുള്ള ഒരു രസം ചിരിക്കാനൊക്കെ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷെ നമുക്ക് പറയില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരോടും നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഓരോരോ മടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് എനിക്കും. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയൊക്കെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഓരോ വലിയ ഉരുളകളാക്കിയിട്ട് ഇതിനേക്കാളും വലുതാക്കും കേട്ടോ. ഇങ്ങനെ കുറച്ചുകൂടെ കട്ടിയിലും അതുപോലെ തന്നെ കുറച്ചുകൂടെ വലുപ്പത്തിലും ആക്കിയെടുക്കും. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാട്ടോ. എൻ്റെ പ്രസ്സിൽ ഇങ്ങനെ നമ്മൾ പരത്തുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഭാഗം കുറച്ച് കട്ടി വരും കേട്ടോ, ഒരു ഭാഗം കറക്റ്റും ആയിരിക്കും. പിന്നെ അതാണ് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഈവനാക്കി കൊടുക്കുന്നത്. ഇനി അത് ചുട്ടെടുക്കുക. ഈ പത്തിരി നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തെ കൈപ്പത്തിരി അല്ലെങ്കിൽ കട്ടിപ്പത്തിരി നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഈ തേങ്ങയും ജീരകവും ഉള്ളിയും ഒന്നും ചേർത്ത് കൊടുക്കണ്ട, വെറും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് മാത്രം കുഴച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് ചുട്ടെടുക്കുക. അങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ നന്നായിട്ട് നൈസ് പത്തിരിൻ്റെ പോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വരും, നന്നായിട്ട് പൊള്ളി വരും കേട്ടോ. ഇത് നമ്മൾ ജീരകവും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പൊള്ളും, പക്ഷേ നമുക്കിങ്ങനെ കാണാൻ മാത്രം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പൊള്ളുന്നത് നമ്മൾ അറിയും, പക്ഷെ കാണാൻ മാത്രം ഇങ്ങനെ വീർത്ത് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരില്ല കേട്ടോ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് ഏത് രീതിയിൽ ഇപ്പോൾ തേങ്ങ മാത്രം ചേർത്തിട്ടായാലും ജീരകം മാത്രം ചേർത്തിട്ടുണ്ടാക്കട്ടെ. ചില സമയത്ത് ഞാൻ മടിയൊക്കെയുള്ള സമയത്ത് അങ്ങനെ ചെയ്യും, ചെറിയ ജീരകം മാത്രം ഈ വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുക്കും. അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഏത് രീതിയിൽ ഇപ്പോൾ ചെറിയ ഉള്ളി മാത്രം ഇട്ട് കൊടുക്കും അരിഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ചേർത്താലും ഇത് നല്ല ടേസ്റ്റായിട്ട് തന്നെ പത്തിരി തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഒന്നുമില്ല, നമ്മൾ അടച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പാന് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മളെ നൈസ് പത്തിരി പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് വെന്ത് വന്നോളും. പിന്നെ നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഉള്ളിന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളി വരും. അത് തന്നെ അതിൻ്റെ കണക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ മീൻകറി ഇതാ ഇപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തു. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം എല്ലാ സാധനങ്ങളൊന്നും അടുപ്പിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ 2, 3, 4 അടുപ്പിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനായിട്ട് നമുക്ക് സ്പീഡും കാര്യങ്ങളും
ശ്രദ്ധയും വേണം എന്നുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കാര്യം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ആ പത്തിരിയിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് അവിടെ നമുക്ക് വെറുതെ പോകില്ലേ, സാധനവും നാശമാവും, ഗ്യാസും നമുക്ക് നഷ്ടമായിരിക്കും. അപ്പം അങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാൽ മതി കേട്ടോ. ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ അറിയാമല്ലോ. ഗ്യാസിലാണെങ്കിലും അടുപ്പിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. കാര്യം ഇനിയിപ്പോൾ വിറകിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറയും വിറക് കത്തിച്ചാൽ മതി തീർന്നത്, പക്ഷെ അങ്ങനെയല്ല. ഇനിയിപ്പോൾ വിറകിന് ഡിമാൻഡ് കൂടും, കിട്ടാണ്ടാവും, ഭയങ്കര റേറ്റ് ആവും, അതും അതിൻ്റെ പുറകിൽ വരാനുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. കാരണം നമ്മളൊക്കെ ഈ ലാവിഷായിട്ട് ശീലിച്ചിട്ടേ ആ ഒരു അഡ്ജസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും പറ്റാണ്ടാവും. ശരിക്കും നമ്മൾ ചെയ്യേണ്ടതാണ്, പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിലേക്കൊന്നും പോകാണ്ടിരിക്കട്ടെ അല്ലേ. അപ്പോൾ എൻ്റെ പത്തിരി ചൂടൽ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊരു 3-4 കൂടെ ഉണ്ടേ, അതും കൂടെ ഒന്ന് പരത്തി വേഗം ചുട്ടെടുക്കട്ടെ. അപ്പം ഇത് നമുക്ക് പരത്തി വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പരത്തിയിട്ട് അടുത്തതാകുമ്പോഴത്തേക്കും നമുക്ക് പരത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഞാനിപ്പോൾ വീഡിയോയും കൂടെ ചെയ്തു പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ശരിക്കും നമ്മൾ എല്ലാവരും ഉള്ള സമയത്തൊക്കെ അല്ലേ വീട്ടിൽ ഇത് സൺഡേ ഉണ്ടാക്കുന്നൊരു പത്തിരി തന്നെയാണ് കേട്ടോ ഇത്. ഈ കട്ടിപ്പത്തിരി സൺഡേ നമ്മൾ അധികം ഉണ്ടാക്കും, കാരണം എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഈ നൈസ് പത്തിരി ഉണ്ടാക്കി ഇരിക്കുന്നതിനേക്കാളും നമുക്കന്ന് എളുപ്പമായിരുന്നു ഈ ഒരു കട്ടിപ്പത്തിരി ഉണ്ടാക്കൽ കേട്ടോ. ഇതൊരു 2 എണ്ണം കഴിച്ചാലും ഓക്കെയാണ്. വലിയ ആളുകളാണെങ്കിൽ ഒരു 3 എണ്ണം, ഇപ്പോൾ നമ്മളെ പോലത്തെയൊക്കെ ആണെങ്കിൽ 2 എണ്ണം കഴിച്ചാൽ സെറ്റ്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണ്ട. ഈ ഒരു സമയത്ത് ഇത് ചൂടുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുകയും ചെയ്യാം. അന്ന് എന്താണെന്ന് വെച്ചാൽ സൺഡേ ആകുമ്പോൾ നമ്മൾ കറി ഇതൊക്കെ ഉണ്ടാക്കും, പക്ഷേ പണി കുറക്കുക എന്നുള്ളതല്ല, പണി വേഗത്തിലാക്കുന്ന കാര്യങ്ങളാട്ടോ ഉണ്ടാവുക. കാരണം അന്ന് എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ റഫീഖൊക്കെ തിരിച്ചു വന്ന സമയത്ത് റഫീഖയും ഏട്ടൻ്റെ വൈഫും, അപ്പോൾ ഞാനാണെങ്കിലും ഞാനന്ന് കോളേജിൽ പോയിരുന്ന സമയം, അപ്പോൾ ഞാനാണെങ്കിലും വീട്ടിലുണ്ടാവും, മോളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അത് ഒരു വേറെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഉച്ചക്കത്തതും നമുക്ക് വേഗമാക്കണം, വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അങ്ങനെ അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് വേഗം ആക്കുന്ന എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള അങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് ശരിക്കും ആ ഒരു ദിവസങ്ങളൊക്കെ ശരിക്കും ഓർമ്മയാവും ഇങ്ങനെ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ. അങ്ങനെ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉലുവയാട്ടോ വറവിട്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. ചെറിയ ഉള്ളി വേണമെങ്കിൽ അങ്ങനെ ഇടാം, കടുക് ഇടുന്നവരുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഉലുവ എന്ന് പറയാൻ അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ച് ഉലുവ, ഒരു പിഞ്ചൊക്കെ ഉലുവ ഇട്ടിട്ട് വറവണം, കറിവേപ്പിലയും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ റഫീഖാൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മുറ്റം കൂടെ ഒന്ന് വേഗം അടിക്കട്ടെ, എന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ഈ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. എല്ലാം ആക്കി വെച്ചിട്ട് വേഗം കഴിക്കണം. ഭക്ഷണം ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ദേഷ്യം വരും. നമ്മളെ പുതിയ പ്ലാന്റൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ മുന്നിലെ ആ ഒരു എന്താ പറയുക ബ്ലോസം ചെടിയില്ലേ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യെല്ലോ ആ ഒരു വെയിൽ കൊണ്ടാലും പ്രശ്നമില്ലാത്ത അതൊക്കെ ഒന്ന് പുതിയ പ്ലാന്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡിയായി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം അങ്ങോട്ടേക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ ദിവസം കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ആന്തൂറിയല്ലേ, ഇപ്പം ഈ ഞാൻ കാണിച്ചു തന്ന ഇതല്ല, ഇതെന്ന് ഞാൻ ഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ട് അകത്തൊക്കെ കൊണ്ടുവെക്കുന്ന അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ അത്. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ ഈ ചെറുത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പാർട്ടീഷനിൽ അകത്തേക്ക് വെക്കുന്ന ചെടികളാണ് കേട്ടോ. അത് ആ ചെറുത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ് വെച്ചുകൊണ്ടിരിക്കണം. കാരണം പോകുന്നതിന് അനുസരിച്ച് ചില പോട്ടിലുള്ളത് മോശമാകുന്നതിനനുസരിച്ച് നമ്മൾ വേറെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലാണ് നമ്മളെ വീട്ടിൽ നല്ല എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ഉണ്ടാകുക കേട്ടോ. അല്ലാണ്ട് അത് മാറ്റാതെ ഡെയിലി അതന്നെ ഒരേ പ്ലാന്റ് അല്ല കേട്ടോ. നമ്മളിങ്ങനെ അതിങ്ങനെ തൈ മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. പിന്നെ ആന്തൂറിയം കണ്ടില്ലേ, കംപ്ലീറ്റ് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ ഉള്ളതും 2 ഭാഗത്തുള്ളതും വലുതും ചെറുതൊക്കെ മാറ്റി പുതിയത് നമ്മൾ റീപോർട്ട് ചെയ്തു കേട്ടോ. എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്തുള്ളത് കംപ്ലീറ്റ് വെച്ചു. മറ്റേത് ഒരു കുറച്ച് ദിവസം കൂടെ, ഒരു 4-5 ദിവസം കൂടെ കഴിഞ്ഞിട്ട്, കാരണം തണലല്ലേ, കാരണം നല്ല വെയിലല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തല്ല ശരിക്കും മാറ്റേണ്ടത്, മഴ അടുപ്പിച്ചാണ്. നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ആന്തൂറിയത്തിന് സെറ്റാക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ മഴയായി, പ്രശ്നമില്ല. അപ്പോൾ ആന്തൂറിയത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെക്കാൻ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഫുൾ കാണിച്ചു തരാം. അപ്പോൾ റഫീഖയും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കട്ടെ, നല്ല വിശക്കുന്നുണ്ട് കേട്ടോ.
വിശപ്പ് മാത്രമല്ല ഇന്ന് എനിക്കൊരു എന്താ പറയുക ഒരു സുഖമില്ലാത്ത ദിവസം കൂടിയാണ് കേട്ടോ. ഒന്നുമല്ല, നമ്മുടെ പീരിയഡ്സിൻ്റെ ആ ഒരു സ്റ്റാർട്ട് ആവുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാനും ഒന്നും പറ്റില്ല. ഒരു ഛർദി ടെൻഡൻസി അങ്ങനെയൊക്കെ വരും. ഛർദിക്കൊന്നുമില്ല, പക്ഷേ ഭക്ഷണം വേണ്ടി വരില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ വേഗം ചായ കുടിക്കുക എന്നുള്ള രീതിയിൽ വേഗം കുടിക്കുകയാണ് കേട്ടോ. അതുപോലെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഈ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ പിന്നെ ഈ ഒരു നമ്മളെ പീരിയഡ്സിൻ്റെ ടൈമിൽ എനിക്ക് മാഷാഅല്ലാഹ് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളതിപ്പോൾ നമ്മളെ കൂടെയുള്ള ആളുകൾ നമുക്ക് ചെയ്തു തരണം എന്നില്ല, അപൂർവമാണ്. പക്ഷേ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള ഇടങ്ങളിൽ പോയിരിക്കുക, അല്ല എന്താ പറയുക നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ നമുക്കിഷ്ടമുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ കൂടിയിട്ട്, അല്ലെങ്കിൽ അന്ന് നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഫോണൊക്കെ കണ്ടിരിക്കാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറ്. എന്നെ ഞാൻ ഹാപ്പി ആക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം പുറത്ത് പോകാമെന്നുള്ള ആ ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല ഒരു 1-2 ദിവസം 2-3 ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും, വീഡിയോ ഒന്നും ചിലപ്പം ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. മാനസികമായിട്ടുള്ളൊരു ആ ഒരു സംഭവം എനിക്ക് വന്നിട്ടില്ല, മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ നിന്നൊക്കെ കാണാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞേ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ അടങ്ങിയിരിക്കാൻ ഇഷ്ടമില്ല. അപ്പം ഞാൻ ചെയ്യുന്ന സംഭവം കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമല്ല, ഞാനിപ്പോൾ ഈ ചായക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ മൈൻഡിൽ പ്ലാൻ ചെയ്യുക കേട്ടോ. ഒന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ കറിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടോ. രണ്ടും കൽപ്പിച്ച് ഉണ്ടാക്കി. കാരണം ഫ്രീ ആയി നമുക്ക് റെസ്റ്റ് എടുക്കാം. ഒന്ന് ചോറ് നമുക്ക് ചിലപ്പം വെച്ചതുണ്ടാവും, ചിലപ്പം കുറച്ച് ചോറ് കുക്കറിൽ ഇട്ടാൽ മതി. പിന്നെ ഈ കറി മാത്രമാണെങ്കിലും നമ്മൾ ഇന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് അതൊന്നുമല്ല. ഒന്ന് അടുത്തിൻ്റെ അടുത്തും മോളടുത്തൊക്കെ പോയിട്ട് കുറേ നാളായി. അപ്പോൾ ഒന്ന് പോകാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ റഫീഖയുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിലില്ലേ, ഇപ്പോൾ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുന്നേ ഇല്ല. പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ഫുൾ തീരുകയാണ്. കുറച്ച് വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഫ്രീ ആവാൻ വേണ്ടി പറ്റുന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കാൻ പോകാനാണ് ഇഷ്ടം, പക്ഷേ അതിനുള്ളൊരു ടൈം എനിക്ക് കിട്ടുന്നില്ല എത്രയായിട്ടും. അപ്പോൾ റഫീഖാനോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചോദിച്ചു നോക്കിയപ്പോൾ എന്നാൽ പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അതാ നമ്മൾ മാറ്റി ഇറങ്ങുകയാണ്. അപ്പോൾ ആ വയ്യായികയോ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല കേട്ടോ, പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് ഞാൻ മാറുകയാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് ഞാൻ മാറുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അത്. ഒന്നുകിൽ അവരിങ്ങോട്ട് വരിക, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുക, ആ കാര്യം. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോണത്. ഞങ്ങൾ ചുണ്ടേ പോയിട്ട് വരാം കേട്ടോ. അല്ല വൈത്തിരിക്കേ പോവാ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ മൈൻഡ് മാറും കേട്ടോ. മൈൻഡ് മാറും, നമ്മൾ ഹാപ്പി ആകും. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതാന്ന് തോന്നുന്നു എനിക്ക് വലിയ പ്രശ്നങ്ങൾ വരാത്തത് കേട്ടോ. ഇപ്പം നാളെ എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുക. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കും. പിറ്റേ ദിവസം എനിക്ക് എഡിറ്റിംഗ് ആണെന്ന് വെച്ചാൽ അത് ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് എവിടെയെങ്കിലും പോകണം എന്ന് ചോദിച്ചാൽ ഞാൻ പോവുകയാണ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാവാം ആ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊന്നും ബാധിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളാണെങ്കിലും ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് കേട്ടോ, ചെറുതായിട്ട്. ഇപ്പം നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അതും കൂടെ പറയണം. എല്ലാവർക്കും എല്ലാം പറ്റണം എന്നില്ല. അപ്പം അതിനനുസരിച്ച് നമ്മളെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ, ഒക്കെ പോട്ടെ. ചെറിയൊരു കാര്യം ഞാൻ പറയാം, എനിക്കിഷ്ടമാണ് ഈ മൈലാഞ്ചി ഇടാൻ, ഇപ്പം നമ്മളൊന്ന് കെയർ ചെയ്യാൻ. അപ്പം അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഒന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ, ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്യും. അതിനും കൂടെ നമുക്കൊരു ടൈം കിട്ടുകയാണല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് നമസ്കരിക്കാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. അപ്പം നമുക്ക് കുറേ ടൈമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ടിരിക്കും. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ അത് ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക് കേട്ടോ, മൈൻഡ് ഉള്ളവർ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാനിതിൽ ഉൾപ്പെടുത്താൻ കാരണം കേട്ടോ. അങ്ങനെ അത് അനുഭവിക്കുന്നവർ ഒരുപാടുണ്ടാവും. ഉള്ളവരൊന്ന് താഴെ കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറിയ ടിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, മാറ്റം വരുമോ നോക്കാമല്ലോ നമുക്ക്.
അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് കണ്ടില്ലേ, അത് ഞാൻ ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ചെറിയ റേറ്റിന് ഞാൻ ഓൺലൈൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. എന്തോ ഒരു 200 രൂപേൻ്റെ താഴെ അങ്ങനെ എന്തോ വരുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ആവശ്യമുള്ളവരും ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇത് നമ്മൾ ടൗണിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ റഫീക്ക് ഇവിടുന്ന് കേട്ടോ എപ്പോഴും ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഫ്രൂട്ട്സും വാങ്ങിയിട്ട് അങ്ങനെ വരികയാണ് ചെയ്യുക. ഇതിൽ എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അതാണ് നമ്മളെ വീട്ടിൽ എത്തുക കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ പോകുന്നത് പൂമോളെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എത്താനായിട്ടുണ്ട്. ഏട്ടത്തി നമ്മളെ കൂടെ ചുണ്ടയിൽ വന്ന് നിന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ വീടെത്തിയിട്ടുണ്ട്. ഇത് അവരെ ഏട്ടന്മാരെ വീടാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരുന്നതാണ് പൂമോളെ വീട് വരുന്നത്. ഞാൻ മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. തന്നോടെ വാലേക്കും അസ്സലാം. മൈലാഞ്ചി കിട്ടണല്ലോ കണിക്ക്. എൻ്റെ കണിക്ക് ഓളത്തുള്ള നന്നാക്കിയിട്ട് അല്ലേ. നല്ല പൂവൊക്കെ ഉണ്ടല്ലോ നിങ്ങളോടെ അല്ലേ. എന്താക്കീനു ഭർത്താവ് വരുമ്പോൾ പ്രമാണിച്ച് നല്ല ചെടി ഉണ്ടാക്കിക്കുന്നു. നല്ല ചെടി ഉണ്ട്. വാവ അല്ല വാവ ഇങ്ങോട്ട് നോക്കേ ഒന്ന് ചിരിക്കി ഒന്ന് ചിരിച്ച. ആ എംതി വിളിക്ക്, ഉറക്കെ വിളിക്ക്, ഉറക്കെ വിളിക്ക്. ആ ബിരിയാണി നോക്കട്ടെ, തുറക്കട്ടെ, തുറക്കാൻ പറ്റില്ല. ഇതല്ല എന്റെ ബിരിയാണി. നോക്കട്ടെ, ഓപ്പൺ ആക്കട്ടെ. ഇതെന്റെ ബിരിയാണി അല്ല എന്നാണെങ്കിൽ പറയണേ. പക്ഷെ കാണാനൊക്കെ ഉണ്ടല്ലോ. കഴിച്ചോ? കണ്ടിട്ട് അപ്പൊ എന്താ വാട്ടിക്കൂടിനോ? അപ്പൊ കാരണം കേട്ടല്ലോ മുൻകൂട്ടിയിട്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ബിരിയാണി മോശമെന്നൊക്കെ വെറുതെ അടിച്ചതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കൊരു 100ൽ ഒരു 90 മാർക്കൊക്കെ കൊടുക്കാം ശരിക്കും. പിന്നെ ഇവിടെ ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം അത് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ. കപ്സ, മന്തി ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. പൂവാടെ എവിടെ ഉപ്പച്ചി കൊണ്ടുവന്ന പൂവാടെ ഏതാ? ഉപ്പിന്റെ ബുള്ളറ്റ് എവിടെ? കാണിക്ക് നോക്കട്ടെ. എവിടെ? ഏതാ? അതാണോ? ആ അതെന്താ അതാരാ? എൻ്റെ ബേബിയുടെ ബേബിയുടെ ബേബിനെ ഒന്ന് എടുത്തിട്ട് വാ. എടുത്തിട്ട് വരില്ല. അപ്പിയാ ബേബി? ഓക്കെ. എംതി വിളിക്ക്. തെറ്റില്ല. പോട്ടെ, ഞങ്ങൾ പോട്ടെ. ടാറ്റാ പോട്ടെ. അപ്പ പോകണ്ട് വെച്ചോക്ക് പോട്ടെ. മുഹമ്മദ് പോട്ടെ. ടാറ്റാ.
അപ്പിയ ആ മുഖം മാറി അതിനുശേഷം ഞങ്ങൾ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് ഇതിപ്പോൾ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പിടുക അപ്പിടുക എന്നാ ടാറ്റ 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 പറയേ ആ ബായ്. ഓ ഒന്നുകൂടെ ബായ് പറയും. ആ ആ അപ്പിടുക കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുറേ സമയം കുട്ടികളുടെ കൂടെ ഉണ്ടായി, മൈൻഡൊക്കെ നല്ല റിലാക്സായി നല്ല ഹാപ്പിയായി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. കുറേ നാളായി നമ്മളിങ്ങനെ ഒന്ന് കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.